ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിറോ മലബാർ സഭ ഇന്ന്, അതായത് ധനഹായുടെ 3-ാം വെള്ളിയാഴ്ച, സുവിശേഷകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ ജീവിതവും പ്രബോധനവുമാണ് സുവിശേഷങ്ങൾ. ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോ അവരുടെ സന്തത സഹചാരികളോ ആണ് സുവിശേഷകരായ വിശുദ്ധരായ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവർ. യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് വിശുദ്ധ മത്തായി സുവിശേഷം രചിച്ചത്. സഭ എന്ന അർത്ഥത്തിൽ എക്ലേസ്യ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും വിശുദ്ധ പത്രോസിന് സഭയിലുള്ള പ്രത്യേക ദൗത്യം എടുത്തു കാണിച്ചതും ആദ്യമായി മത്തായി സുവിശേഷകൻ തന്നെയാണ്. വിശുദ്ധ മർക്കോസ് അപ്പസ്തോല യുഗത്തിലെ ഒരു യുവ പ്രതിഭയായിരുന്നു. യഹൂദരല്ലാത്തവർക്ക് വേണ്ടിയാണ് മർക്കോസ് സുവിശേഷം രചിച്ചത്. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേത് തന്നെയാണ്. വിശുദ്ധ പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും ശിഷ്യനായിരുന്നു വിശുദ്ധ മർക്കോസ്. ഈശോ ആരെന്ന് വെളിപ്പെടുത്തുകയാണ് മർക്കോസ് സുവിശേഷകൻ്റെ സുവിശേഷ രചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിശുദ്ധ ലൂക്ക വൈദ്യനായിരുന്നു, ചിത്രകാരനായിരുന്നു. നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ആദ്യമായി വരച്ചത് വിശുദ്ധ ലൂക്ക ആണെന്നാണ് പറയുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ശിഷ്യനായിരുന്നു. പ്രേക്ഷിത യാത്രകളിൽ പങ്കെടുക്കുകയും ഈശോയെ പ്രഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ആഴമേറിയ ദൈവശാസ്ത്രമാണ് യോഹന്നാൻ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നത്. അടയാളങ്ങളുടെ സുവിശേഷമെന്നും മഹത്വത്തിൻ്റെ ഗ്രന്ഥമെന്നും ഒക്കെ യോഹന്നാൻ സുവിശേഷത്തെ ജനം വിശേഷിപ്പിക്കുന്നുണ്ട്. എല്ലാ സുവിശേഷങ്ങളുടെയും ലക്ഷ്യം ഈശോയെ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. ഒരു കാര്യം സത്യമായി സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ 2-3 സാക്ഷികൾ ആവശ്യമുണ്ടെന്നാണ് മോശയുടെ നിയമം. അതുകൊണ്ട് തന്നെ ഈശോ എന്ന സത്യത്തെ വെളിപ്പെടുത്താൻ 4 സാക്ഷികൾ, 4 സുവിശേഷകന്മാർ. ആമേൻ.